നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, പല പെൺകുട്ടികൾക്കും ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും ഒക്കെ തന്നെ മാരേജിനോടൊരു വിമുഖത അല്ലെങ്കിൽ ഒരു ഭയം അല്ലെങ്കിൽ ഒരു അകൽച്ച കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പല പഠനങ്ങളിലും അത് ഓൾറെഡി തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് കുറേ കൂടെ ബെറ്ററായിട്ട് മാരിറ്റൽ ലൈഫിനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യമായിട്ട് മാരിറ്റൽ ലൈഫിൽ നിങ്ങളുടെ സ്പൗസിനെ മീറ്റ് ചെയ്യുന്ന ആ സമയം മുതൽ തന്നെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഓണസ്റ്റായിട്ടും സീരിയസ് ആയിട്ടും സിൻസിയറായിട്ട് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആക്ച്വലി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് മുന്നോട്ടേക്ക് എയിം ചെയ്ത് പോകാനായിട്ട് കഴിയുക. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലൈഫിന് നമ്മൾ സീരിയസ് ആയിട്ടും ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും കാണുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ആളിനെ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ ആളിനോട് സംസാരിക്കുമ്പോൾ ആ ആൾ ഓണസ്റ്റ് ആണോ, സീരിയസ് ആണോ, സിൻസിയർ ആണോ എന്നൊക്കെ ഒരു 90% നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൺവെർസേഷൻസ് വഴിയാണ്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, അത് പെണ്ണ് കാണലാണെങ്കിലും അല്ലാതെ അറേഞ്ച്ഡ് മാരേജിലുള്ള പെണ്ണ് കാണലാണെങ്കിലും അല്ലാതെ ലവ് മാരേജിലുള്ള മീറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺവെർസേഷൻസ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും കൊണ്ടുപോവുക എന്നുള്ളതാണ്. പരമാവധി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചാറ്റുകൾ കുറച്ചിട്ട് ലോങ്ങർ ഡ്യൂറേഷനുള്ള കോളുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ വീഡിയോ കോൾ തന്നെ വീഡിയോ കോൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വോയിസ് കോൾ ആണെങ്കിൽ ലോങ്ങർ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഗ്രുവൻസസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സുകൾ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധതകളൊക്കെ വരികയാണെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുക അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് പോകാതിരിക്കുക, അങ്ങനെ ഉണ്ടാവുന്ന പരസ്പര വിരുദ്ധതകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറുസൈഡ് നിൽക്കുന്ന ആൾ ഓണസ്റ്റ് ആണോ, സീരിയസ് ആണോ, സിൻസിയർ ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 90% ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കോൺവെർസേഷൻസ് ഡീപ്പാക്കി കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഫസ്റ്റ് മീറ്റപ്പിന് ശേഷം അല്ലെങ്കിൽ പെണ്ണ് കാണലിന് ശേഷം ഡേ ടൈമിൽ നിങ്ങൾ പുറത്ത് മീറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് വഴി വെർബലും നോൺ വെർബൽ ക്യൂസൊക്കെ വഴി തന്നെ പരസ്പരം മനസ്സിലാക്കാനും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പേഴ്സണാലിറ്റിയിലുണ്ടാകുന്ന വ്യത്യസ്തതകളൊക്കെ തിരിച്ചറിയാനൊക്കെ സാധിക്കും. അപ്പോൾ അതിനുശേഷം വേണം ആക്ച്വലി ഒരു മാരേജിലേക്ക് പോകേണ്ടത്. അറ്റ്ലീസ്റ്റ് ഈ മീറ്റപ്പിനും മാരേജിനും ശേഷം ഇടയിലൊരു 6 months ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. ഒരുപാട് നാൾ നീണ്ടു പോകുന്നത് നല്ലതല്ല. ഫസ്റ്റ് മീറ്റപ്പിന് ശേഷം വർഷങ്ങൾ മുന്നോട്ട് പോകുന്നതും കൂടുതൽ വിരക്തി ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റീസണബിൾ ആയിട്ടുള്ള ടൈം ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഓണസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പല പെൺകുട്ടികളും അവർ പറയുന്നത് മാരേജ് ഡിലേ ആക്കി മുന്നോട്ട് പോകുന്നതിനുള്ള റീസണായിട്ട് പറയുന്നത് മാരേജ് വേണ്ട എന്നുള്ളതല്ല, ഇപ്പോൾ വേണ്ട പിന്നെ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിനുകൊണ്ട് ഒരുപാട് ബയോളജിക്കലായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഓരോ മന്ത് കഴിയുന്തോറും ഫെർട്ടിലിറ്റി സാധ്യത കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊരു പോപ്പുലേഷൻ്റെ ഒരു കൊളാപ്സ് പല രാജ്യങ്ങളിലും ഓൾറെഡി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും റീപ്ലേസ്മെൻറ്റ് റേറ്റിനേക്കാളും താഴെയാണ് നിലവിൽ ഫെർട്ടിലിറ്റി റേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾക്ക് വലിയ രീതിയിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫ്യൂച്ചറിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഒരു മാരിറ്റൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് നമുക്ക് ഒരുപാട് തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ലൈഫിൽ തരുന്നത്. അതിനകത്ത് റെസ്പോൺസിബിലിറ്റിയും
ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു മീനിങ്ങും സിഗ്നിഫിക്കൻസും ഉണ്ടാകുന്നത് എപ്പോഴും റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും വോളണ്ടറിലി ചെയ്യുമ്പോഴാണ്. അല്ലാതെ നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് മാത്രം മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും മാരേജ് എന്ന് പറയുന്ന എൻ്റർപ്രൈസസിനെ കുറേ കൂടെ സീരിയസ് ആയിട്ട് കാണുകയും അൺമാരീഡ് ആയിട്ട് അല്ലെങ്കിൽ മാരേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറേ കൂടെ എന്തൂസിയാസ്റ്റിക് ആയിട്ടും സീരിയസ് ആയിട്ടും കാണുകയും ഒരു ബെറ്റർ ആയിട്ടുള്ള മാരിറ്റൽ ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.